കൗൺസിലിംഗ് സൈക്കോളജി എന്ന പേപ്പറിൽ ബ്ലോക്ക് 2 അതിൽ യൂണിറ്റ് 5 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ യൂണിറ്റ് 4-ൽ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് അതിൽ സൈക്കോ ഡൈനാമിക് അപ്രോച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കൗൺസിലിങ്ങിൽ തിയററ്റിക്കൽ അപ്രോച്ചസ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട്, അതായത് എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. നമ്മളതിന് ഒരു ടോട്ടലി നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് മാത്രമേ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ എന്താണ് ഹ്യൂമൻ എന്നാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. എന്താണ് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ നേച്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലുള്ള തെറാപ്പികളിൽ എന്തൊക്കെ സ്ട്രാറ്റജികളും ടെക്നിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഇവാലുവേഷനാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളറിയാം, കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സൈക്കോ ഡൈനാമിക് ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഡൊമെയിനാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫോക്കസ് ആണ്, ഒരു പെർസ്പെക്റ്റീവാണ് ഈ ഹ്യൂമനിസ്റ്റിക് ഓർ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിൽ എക്സിസ്റ്റൻഷ്യൽ ആൻഡ് പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്, ഇറ്റ് ഫോക്കസസ് ഓൺ ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി ആൻഡ് മീനിങ് ഓഫ് ലൈഫ്. അതുപോലെ ഇറ്റ് എംഫസൈസസ് സെൽഫ് അവെയർനെസ് ആൻഡ് ഒതൻറ്റിക് ലിവിങ്. അതായത് ഒരു മനുഷ്യന് ജീവിക്കാൻ ആദ്യം വേണ്ടത് ഫ്രീഡം ആണെന്നാണ് പറയുന്നത്. ഒരാളുടെ ഫ്രീഡം, അയാളുടെ ഫ്രീ വില്ലിനനുസരിച്ചിട്ട്, അയാളുടെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റണം. അയാളുടെ ഡ്രീം എന്താണ്, ഇഷ്ടം എന്താണ്, താല്പര്യങ്ങൾ എന്താണ്, ആ താല്പര്യത്തിന് അനുയോജ്യമായ രീതിയിൽ അയാൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ വേണം. അതിന് ഹിൻഡർ ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവരുത്. അയാളുടെ ഒരു ഫ്രീ വില്ലിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ജീവിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് അയാൾക്കാണ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഗ്രോത്ത്, അയാളുടെ അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും തോൽവികൾ, ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരാളുടെ ഫ്രീ വിൽ എന്ന് പറയുന്നതിനെ മറ്റൊരാൾക്ക് തകർക്കാൻ കഴിയൂല. ആക്ച്വലി അത് ഒരാൾ കൊടുക്കുന്ന സാധനമല്ല. നമ്മൾ പറയാറുണ്ട്, ഒരു കാര്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കൂല അവൻ അല്ലെങ്കിൽ അവളെന്ന് പറയും. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരാൾക്ക് കൊടുക്കുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ അത് ഒരാളുടെ ഔദാര്യമായിട്ട് നമ്മൾ പറ്റുന്നതുമല്ല. എല്ലാവർക്കും ഉള്ളതാണ്. ഒരാളുടെ കാര്യത്തിൽ ഡിസിഷൻസ് എടുക്കാനുള്ള ഫ്രീ വിൽ. അപ്പോൾ വേറെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ അതൊരു ഫ്രീ വില്ലായിട്ടുണ്ട് എങ്കിൽ, അത് എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അയാളത് നേടിയെടുക്കും. അപ്പോൾ ഈ ഫ്രീ വില്ലിനെ ഒരാൾ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രീഡത്തിന് ഒരാൾ തടസ്സപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്നാണ് ഈ തിയറി ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളായി ജീവിക്കാനുള്ള നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ഒരാൾ തടയിടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫ്രീ വില്ല് അനുസരിച്ച് നമ്മൾ ഈ ഒരു ലൈഫിൻ്റെ മീനിങ് നമ്മൾ കണ്ടെത്തണം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇങ്ങനെ ഒരു ലൈഫിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ജീവിക്കുമ്പോൾ, അങ്ങനെ ഒരു മീനിങ് ഫുള്ളായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ മനുഷ്യനാവുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള അവെയർനെസ് കൂട്ടണം. അതിലൂടെ ഒരു ഒതൻറ്റിക് ലിവിങ്, അല്ലെങ്കിൽ ഒരു ഒതൻറ്റിക് സെൽഫ് എന്ന് പറയും, നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ അതിന് തടസ്സം നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാളുടെ ഫ്രീ വിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന് തടസ്സമായിട്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തോന്നുന്നത് എന്നൊക്കെ അതിലൊക്കെ സബ്ജക്റ്റീവ് ഡിഫറൻസുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മളിവിടെ ഒരാളുടെ ഫ്രീ വില്ലും എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്, അതിന് തടസ്സം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് പഠിക്കണം, അതിന് ഫാമിലി ഒരു തടസ്സമാണ്. അപ്പോൾ അയാൾ ഫാമിലിയൊക്കെ ഇട്ടേച്ച് പോകുന്നു. അതാണ് അയാളുടെ ഫ്രീ വിൽ എന്ന് അയാളുടെ ചോയ്സാണ്. അപ്പം അതൊരു സോഷ്യലി ശരിയാവാം, റൈറ്റ് ആവാം, റോങ് ആവാം, അങ്ങനെയൊന്നുമില്ല. അപ്പം അത് അയാളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾക്ക് ഫാമിലിയെ കൂടെ നിർത്തിക്കൊണ്ടിട്ട് ഉപരിപഠനത്തിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അയാളുടെ ഒരു ഡിസിഷനാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, പിന്നെ
താല്പര്യപ്പെടും, ഇത് വേണം അത് വേണം എന്നൊക്കെ പറയും. പക്ഷെ അയാൾക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള തടസ്സങ്ങൾ ഒരുപാടുണ്ടാവുകയും ചെയ്യും. ഈ തടസ്സങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് അയാൾക്ക് മറികടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു തിയറിയുടെ റൂട്ടായിട്ടുള്ള ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിലൂടെ പോവുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിലൂടെ നമ്മളൊരു ലൈഫിന് മീനിങ് കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രീഡത്തിന് എവിടെയെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സമയത്താണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമുക്കൊരു റിയൽ സെൽഫും ഒരു ഐഡിയൽ സെൽഫും ഉണ്ട്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണോ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒരാളുടെ ഫ്രീഡം ആൻഡ് ഫ്രീ വില്ലിൻ്റെയൊക്കെ പവർ അനുസരിച്ചിട്ടൊക്കെ ഒരാൾ ആയിത്തീരുന്നതാണ് റിയൽ സെൽഫ്. ഇപ്പോൾ ഒരാളുടെ സാഹചര്യത്തിൽ അയാൾക്ക് കുറേ ഫ്രീഡം അല്ലെങ്കിൽ അയാളുടെ കുറേ ഫ്രീ വിൽസ് ഉണ്ട്. ആ ഫ്രീ വിൽസിൻ്റെയൊക്കെ പവർ അനുസരിച്ചിട്ട് അയാളുടെ സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഒരാൾ ആയിത്തീർന്ന കാര്യം ഉണ്ടാക്കും. അതാണ് റിയൽ സെൽഫ്. അയാൾ ഇപ്പോൾ എന്താണോ ഉള്ളത് അത്. ഈ ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പം നമ്മുടെ ഫ്രീഡം ആൻഡ് ഫ്രീ വില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആയ ഒരാളാകണം എന്നല്ല, അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരാളാവാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാകും, ഒരു ഐഡിയൽ സെൽഫ് അല്ലേ. ഞാൻ ഇങ്ങനത്തെ ഒരാളായിരിക്കണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും, ഒരു മോഡൽ. ആ ഒരു ഐഡിയൽ സെൽഫ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഒരു ഇൻകോൺഗ്രുവൻസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ന്യൂറോസിസ് ഒക്കെ കൂടുന്നത്. അപ്പോൾ ഈ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള അന്തരം, തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാടുണ്ട് എങ്കിൽ നമുക്കവിടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടുന്ന സമയത്ത്. അപ്പോൾ ഒരാൾക്ക് ആയിത്തീരേണ്ടത് കുറേ അങ്ങേയറ്റത്തുള്ളൊരു കാര്യമാണ്. അതിലേക്ക് അയാൾ ഒരു സ്റ്റെപ്പ് പോലും എത്തിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ പ്രശ്നങ്ങളും അത്രമാത്രം വലുതായിരിക്കും. അപ്പോൾ ഇവർ പറയുന്നത് ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഇൻകോൺഗ്രുവൻസ് ആണ് ഈ ഒരു ന്യൂറോസിസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഐഡിയൽ സെൽഫ് തീരെ പിന്നെന്താ പറയുക ചേർച്ചുള്ളതല്ല, വളരെ ഇൻകോൺഗ്രുവൻ്റ് ആണ്. ഒരു ഇൻകോൺഗ്രുവൻ്റ് സെൽഫാണെങ്കിൽ അയാൾക്കവിടെ പിന്നെ എന്താ പറയുക ചിലപ്പോൾ സൈക്കോസിസ് ഉണ്ടാവാം, ന്യൂറോസിസ് ഉണ്ടാവാം. ന്യൂറോസിസ് നമുക്കറിയാം, സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ നമ്മൾ മെൻ്റൽ ഡിസോർഡേഴ്സിൽ നമ്മൾ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സും സൈക്കോട്ടിക് ഡിസോർഡേഴ്സും ഉണ്ട്. ഈ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻലി ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റീസ് ആണ്. നമ്മൾ അതിനെ കുറിച്ചിട്ട് ബോധവാന്മാരായിരിക്കും, നമുക്ക് ഇൻസൈറ്റ് ഉണ്ടാകും. അതായത് എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അയാളുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഫങ്ഷനിങ്ങിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർ ചെയ്യുന്ന രീതിയിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം. മിയർലി കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. സൈക്കോട്ടിക് എന്ന് പറയുമ്പം അതിൽ അയാൾക്ക് ഒരു റിയാലിറ്റി ഒന്നും പെർസീവ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഇന്ന അസുഖം ഉണ്ട് എന്ന ഒരു ഇൻസൈറ്റ് അയാൾക്ക് ഉണ്ടാകില്ല. അതാണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന് സൈക്കാട്രിക് മെഡിസിൻസ് തന്നെ കൊടുത്ത് പ്ലസ് തെറാപ്പിയും കൂടി കൊടുക്കേണ്ട അസുഖങ്ങളാണ് നമ്മൾ സൈക്കോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഈ ഒരു ഇൻകോൺഗ്രുവൻസ് കാരണത്താലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എത്രമാത്രം ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും അടുക്കുന്നുവോ, അത് തമ്മിൽ ചേർച്ച ഉണ്ടാകുന്നുവോ, കോൺഗ്രുവൻ്റായി നിൽക്കുന്നുവോ, അത്രയും നമ്മൾ പീസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരാളുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും ഫുള്ളി കോൺഗ്രുവൻ്റ് ആണ് എങ്കിൽ നമുക്ക് അയാളെ പറ്റി ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെ, നമ്മൾ ഇൻഷാല്ലാ ഇത് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ എക്സിസ്റ്റൻസിനെയാണ്, മീനിങ് ഓഫ് ലൈഫിനെയാണ്. ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് ഇതിൽ കോർ കോൺസെപ്റ്റ് വരുന്നത്. ഇനി ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ ഒരു കൗൺസിലറുടെ റോൾ എന്താണ്? ആക്ച്വലി ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ വളരെ കൃത്യമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഇല്ല. ഇങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് പറയും. നമ്മൾ CBT പഠിക്കുന്നത് പോലെ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് CBT പോലെയുള്ള സയൻറ്റിഫിക് അപ്രോച്ചിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ലൈഫിൻ്റെ ഒരു എക്സിസ്റ്റൻസ്, അയാളുടെ എക്സിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മീനിങ്ങിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, നോട്ട് അഡ്വൈസ് ഗിവർ.
അയാൾ നിങ്ങൾ ഇന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു അഡ്വൈസ് കൊടുക്കുന്ന ആളല്ല, മറിച്ച് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വാല്യൂസ് ആൻഡ് ചോയ്സസിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരാളുടെ ഫ്രീ വില്ലും അയാളിപ്പോൾ എത്തി നിൽക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അയാളുടെ ഫ്രീ വില്ലിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ഫ്രീഡത്തിലേക്ക് ഒരുപാട് ഹിൻഡ്രൻസുകൾ അവിടെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആസ് എ കൗൺസിലർ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു എക്സ്പ്ലോർ ഹിസ് ഫ്രീഡം, അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അയാൾക്ക് അതിനുള്ളൊരു പവർ ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ല, പവർ ഉണ്ടാക്കി കൊടുക്കുക മീൻസ് ആൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നു ടു ഡൂ സംതിങ്. അങ്ങനെ ഒരു ഫെസിലിറ്റേറ്റ് റോളാണ് ആസ് എ കൗൺസിലർ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ഹെൽപ്സ് ക്ലയൻറ്റ് ഫേസ് ആങ്ഷൈറ്റി ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആങ്ഷൈറ്റി ഉണ്ടാകും. അപ്പോൾ ആ ഒരു ആങ്ഷൈറ്റിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പിന്നെ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് ചില സമയങ്ങളിൽ എക്സിസ്റ്റൻഷ്യൽ ആങ്ഷൈറ്റി ഉണ്ടാകും. അതായത് ഈ എക്സിസ്റ്റൻഷ്യൽ ആങ്ഷൈറ്റി എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ ഒരു ഒതൻറ്റിക് സെൽഫ് ആവാൻ ഉള്ള അയാളുടെ എഫേർട്ട് എടുക്കും. അതായത് ഹ്യൂമൻസ് എക്സ്പീരിയൻസ് ആങ്ഷൈറ്റി ഇൻ ദെയർ എഫേർട്സ് ടു ബിക്കം ദെയർ ഒതൻറ്റിക് സെൽഫ്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന അയാളായി തീരാൻ വേണ്ടിയുള്ള അയാളുടെ ശ്രമങ്ങളിൽ അയാൾക്കുണ്ടായിത്തീരുന്ന ആങ്ഷൈറ്റിയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ആങ്ഷൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പക്ഷേ അയാൾക്ക് ഒരു മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ മരണം, അല്ലെങ്കിൽ ഒരു നഷ്ടം, അല്ലെങ്കിൽ പെയിൻ, സഫറിങ്സ്, മീനിങ്ലെസ്നെസ്, ഇതെല്ലാം അയാളെ ഒരു ഐസൊലേഷനിലേക്കും ഒരു അൺസേർട്ടനിലേക്കും ഒക്കെ എത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആങ്ഷൈറ്റി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ആങ്ഷൈറ്റിയെ ഫേസ് ചെയ്യാൻ അതിൽ ഓവർകം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അയാൾ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൗൺസിലർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ബേസിസിൽ ഒരു ഹ്യൂമൻ നേച്ചറിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു സെൽഫ് അവെയർനെസ് വേണം. അയാൾ എന്തിനാണ് ജീവിക്കുന്നത്, അയാളുടെ ഫ്രീഡം എന്താണ്, ആ ഫ്രീഡം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ഫ്രീഡത്തിലൂടെ അയാൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടാകും. ആ ചോയ്സ് എടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അയാൾക്കാണുള്ളത്. ഈ ഒരു റെസ്പോൺസിബിളായിട്ട് നമ്മളത് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളത് സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടാവണം. നമ്മളെ കുറിച്ചിട്ട് ഒരു അവെയർ ആയിരിക്കണം. എന്തൊക്കെയാണ് എൻ്റെ ഫ്രീഡം, എന്തൊക്കെ ചോയ്സുകൾ എനിക്ക് എടുക്കാൻ പറ്റും, അതിലെ റെസ്പോൺസിബിലിറ്റി എനിക്ക് എങ്ങനെയാണ് വരുന്നത്, അത് നമ്മൾ സോഷ്യലി ആക്സെപ്റ്റഡ് ആയ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് എന്തിനും എന്നുള്ളതല്ല, ഒരു സോഷ്യലി ചില കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹ്യൂമൻസ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഷേപ്പിംഗ് ദെയർ ഓൺ ഡെസ്റ്റിനി. ഒരാൾ എന്തായി തീരണം എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്കാണ്. അയാൾ നല്ലതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാൾക്ക്, അയാൾ ഒരു ബാഡായ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും അയാൾക്ക്. അങ്ങനെയുള്ള ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പിന്നെ വരുന്നത്. അതുപോലെ ഹ്യൂമൻസ് ഹാവ് ദ ബേസിക് നീഡ് ടു മെയിൻറ്റെയിൻ ദെയർ യുണീക്നെസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ആസ് വെൽ ആസ് ആർ മോട്ടിവേറ്റഡ് ബൈ റിലേഷണൽ ആൻഡ് സോഷ്യൽ നീഡ്സ്. ഒരാളുടെ യുണീക്നെസ്സും ഇൻഡിവിജ്വാലിറ്റിയെയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അത് സോഷ്യൽ നീഡ്സിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. നമ്മൾ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചിട്ടും മറ്റും ഒക്കെ പറയുമ്പോഴും എപ്പോഴും നമ്മൾ സോഷ്യൽ നീഡ്സിനെ അല്ലെങ്കിൽ സൊസൈറ്റിയെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മളൊക്കെ എപ്പോഴും ദർ ഈസ് ആൻ ഓൺഗോയിങ് സെർച്ച് ഫോർ മീനിങ്, പേർപ്പസ്, വാല്യൂസ് ആൻഡ് ഗോൾസ് ഇൻ അവർ ലൈഫ്സ്. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു മീനിങ്, ഒരു പേർപ്പസ്, ഒരു വാല്യൂ, ഒരു ഗോൾ നമ്മളെപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ മീനിങ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു എംപ്റ്റിനെസ് നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും, അല്ലേ? ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, മരണപ്പെട്ടു പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളവിടെ ശരിക്കും ഒരു എംപ്റ്റിനെസ് നമുക്ക് ഫീൽ ചെയ്യാണ്. സോ ഇനി മുന്നോട്ട് പോകാൻ ഇനി എൻ്റെ ലൈഫിനൊരു മീനിങ് ഇല്ല എന്ന് വരുന്നിടത്ത് അയാൾ എന്ത് ചെയ്യാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണ്.
അപ്പോൾ അപ്പോൾ ഒരു ജീവിതത്തിനൊരു മീനിങ്, അതിനൊരു പർപ്പസ്, ഒരു വാല്യൂ, ഒരു ഗോൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കോൺസെപ്റ്റ്, ഡെത്ത് ഈസ് ഇനവിറ്റബിൾ ആൻഡ് റാദർ ദാൻ അവോയ്ഡിങ് ഇറ്റ്, അവെയർനെസ് ഓഫ് ഇറ്റ് ഈസ് ഇനവിറ്റബിലിറ്റി മേക്സ് ലൈഫ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഹെൽപ്സ് us അപ്രീഷിയേറ്റ് ദ പ്രസൻറ്റ്. അപ്പോൾ മരണം നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു മരണത്തെ നമുക്ക് നേരിടുക, അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാൻ മരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കല്ല വേണ്ടത്. മറിച്ച് എന്താണ്, മരണമുണ്ട്, അത് ഏത് സമയത്താണെന്ന് അറിയൂല. പക്ഷേ ഏത് സമയം വരെ, മരണം വരെയുള്ളൊരു സമയം, ആ സമയം വരെ ഏറ്റവും നല്ലൊരു ലൈഫ്. അപ്പോൾ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിലെ ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജികളിൽ വരുമ്പം ഇതിലൊരു പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് ടെക്നിക്കുകളൊന്നുമില്ല. നമ്മളെടുത്ത് നിന്ന് ക്ലയൻറ്റ് ഡീപ്പായിട്ട് നമ്മളെടുത്ത് സംസാരിക്കുന്നു. ആ സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇയാളുടെ ഒരു ലൈഫിന് കൊടുക്കുന്ന മീനിങ്സ് എത്രത്തോളം ഉണ്ട്, ആ ഒരു മീനിങ് കണ്ടെത്തുന്നതിൽ അയാൾ എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, ലോസ് ആയിട്ടുണ്ട്, അയാളുടെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു ഫ്രീ വില്ലിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നു, എന്താണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ക്ലയൻറ്റും തെറാപ്പിസ്റ്റും ഇവിടെ ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് ഡെത്ത്, ഫ്രീഡം, ഐസൊലേഷൻ ആൻഡ് മീനിങ്ലെസ് ആണ്. പറഞ്ഞ നേരത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. മരണം ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പം മരണം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രീഡത്തിനനുസരിച്ച് നമുക്ക് എന്തായി തീരണം എന്നാണോ നമ്മുടെ ആഗ്രഹം, അതിനനുസരിച്ച് നമ്മൾ ലൈഫിനെ സെറ്റ് ചെയ്യുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് തന്നെയാണെന്നുള്ളതാണ്. പിന്നെ ഐസൊലേഷൻ, നമ്മളൊരിടത്ത് നമ്മളെ ലൈഫിൻ്റെ ഒരു മീനിങ് കണ്ടെത്തുന്നിടത്ത്, പർപ്പസ് നമ്മൾ കണ്ടെത്തുന്നിടത്ത്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതിന് നമുക്ക് ലോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെയിൻ, സ്ട്രഗിൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളവിടെ ഐസൊലേഷനിലേക്ക് പോവുകയാണ്. ലൈഫിൻ്റെ മീനിങ് നമുക്ക് കണ്ടെത്താതിരിക്കുമ്പോൾ നമ്മളൊരു മീനിങ്ലെസ് ആയിട്ട് നമ്മൾ ലൈഫിനെ കാണുന്ന സമയത്ത് അവിടെയും നമ്മൾ സ്റ്റക്ക് ആവുകയാണ്, അവിടെയും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിത്തീരുകയാണ്. അപ്പോൾ ഈ ഒരു തെറാപ്പിയിലൂടെയുള്ള മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇൻക്രീസ് സെൽഫ് അവെയർനെസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ എവിടെയാണ് സ്റ്റക്കായി പോയിരിക്കുന്നത്, എവിടെ നിന്നാണ് നമുക്ക് പ്രോബ്ലം അറൈസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൊല്യൂഷനായിട്ട് പറയുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി, എന്തെങ്കിലും ഒരു ഡിപ്രഷൻ സംഭവിച്ചു, ആ ഡിപ്രഷൻ്റെ റൂട്ട് കോസ് എന്താണ്, ഇതിൻ്റെ കാരണം എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് അയാളുടെ പേഴ്സണൽ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഗുഡ് ഫോർ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ്. ചില ആളുകൾക്ക് എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ് ആയിട്ട് വരുന്ന ആളുകളിലേക്കൊക്കെ വളരെ ഉപകാരപ്രദമായ തെറാപ്പിയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല നമുക്ക് ഇത് മറ്റു തെറാപ്പികളുമായിട്ട് കമ്പൈൻ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലെസ് സ്ട്രക്ചേർഡ് ആണ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ക്ലയൻസ്. നമ്മുടെ അടുത്ത് നിന്ന് എല്ലാ ക്ലയൻറ്റിനും ചിലപ്പോൾ ഇത് പറ്റിക്കൊള്ളണം എന്നില്ല. കുറച്ചും കൂടിയും ഒരു റിലീജിയസ് ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ കുറച്ചും കൂടി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തെറാപ്പിയാണ് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എക്സിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രശ്നം നമുക്കുണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒന്ന് ലോസായി എന്ന് വിചാരിക്കാം, നമുക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് തീവ്രമാണ്. അത് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഒരാൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മൈൻഡിൽ അയാൾക്ക് മുന്നേ ആ ഒരു നഷ്ടപ്പെട്ട വസ്തുവുമായിട്ട് അല്ലെങ്കിൽ ആളുമായിട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഡിപ്പെൻഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അയാളുടെ സാമീപ്യം ഇയാളുടെ ലൈഫിന് കൊടുത്തിരുന്ന ഒരു മീനിങ് എത്രത്തോളമായിരുന്നു, ഇതിൻ്റെയൊക്കെ ആസ്പദമായിട്ടായിരിക്കും ഈ ഒരു വേദനയുടെ ഇൻറ്റൻസിറ്റിയും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി ഉള്ള പെയിൻ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു മരണത്തെ നമ്മൾ മുഖാമുഖം കാണണമെന്ന് വിചാരിക്കാം. നമുക്ക് ശക്തമായ വേദനയാണ്, മെൻ്റൽ പെയിനാണ്. ആ മെൻ്റൽ പെയിനുള്ള സമയത്ത് നമ്മുടെ ജീവിതം അപകടത്തിലാണെന്ന് വിചാരിക്കാം. ഒരാളെ നമ്മളെ വെള്ളത്തിൽ ഇട്ടിട്ട് മുക്കിയിട്ട് ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് നമ്മൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടയാന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഏതിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക? അങ്ങനെ പെടയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ദുഃഖം എല്ലാം കൂടെ നമ്മളെ മനസ്സിൽ വരും ഇല്ല. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു എക്സിസ്റ്റൻസ് ആണ് അവിടെ പ്രധാനമായിട്ട് വരാം. ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം.
അപ്പോൾ അത് ചില സമയങ്ങളിലൊക്കെ നമ്മളൊരു തെറാപ്യൂട്ടിക് അപ്രോച്ചായിട്ട് ചില ആളുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ല ശക്തമായ വേദനയും മെൻ്റൽ പെയിന് പറഞ്ഞ് ആ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പം ചെറിയ ഷോക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ആ ഒരു അതിനേക്കാളും വലിയ ഒരു അയാളുടെ എക്സിസ്റ്റൻസിന് അവിടെ ഒരു തടസ്സം വന്നിരിക്കുകയാണ് അല്ലേ, അയാളുടെ ജീവന് ഭീഷണി. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഫിസിക്കൽ പെയിന് നമുക്ക് നല്ലോണം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ മെൻ്റൽ പെയിന് മറന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ചില ആളുകളൊക്കെ NSSI എന്ന് പറയും നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി ഒക്കെ ചെയ്യാറുണ്ട്. നല്ല ആങ്ഷൈറ്റിയും ഡീപ്പായിട്ടുള്ള ഫിയർ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആ മെൻ്റൽ പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പെയിൻ ഉണ്ടാകും. അപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇതിനെ നമുക്ക് മറ്റ് ഈ ഒരു കോർ കോൺസെപ്റ്റ് ഈ ലൈഫിനൊരു മീനിങ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മീനിങ് ഇൻ ലൈഫിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനി ലോഗോ തെറാപ്പി എന്നൊക്കെ പറയും. ഒരു വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിസ്റ്റ് ഉണ്ടാക്കിയതാണ് ലോഗോ തെറാപ്പി. അതൊക്കെ എംഫസൈസ് ചെയ്യുന്നത് ഫൈൻഡിങ് മീനിങ് ഇൻ ലൈഫ് എന്ന് പറയുന്ന കാര്യത്തിന്, അതായത് ലൈഫിലൊരു മീനിങ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റ് പല തെറാപ്പികളുമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ വരുന്നതാണ് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത്. അത് കാൾ റോജേഴ്സ് 1940s ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, 1940s and 60s. അതിൽ അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് ഗ്രോത്ത്, എംപതി ആൻഡ് സെൽഫ് ഡിറക്ഷനെയാണ്. അതിൽ അദ്ദേഹം ബിലീവ്സ് ഇൻ ദ ക്ലയൻസ് ഇന്നേറ്റ് പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഒക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഒരാൾ ബേസിക്കലി ഇന്നേറ്റ്ലി അയാൾ ഗുഡാണ്. ജനിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. പിന്നീട് അയാളുടെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ് അയാൾ ആയിത്തീരുന്നത്. അപ്പോൾ ഇന്നേറ്റ്ലി എല്ലാവരും ഗുഡാണ്. അപ്പോൾ ഒരാൾക്ക് ഉണ്ടായ മോശപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യങ്ങളെ ഒരു ബാഡായിട്ടുള്ള കാര്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബിക്കോസ് അയാൾ ഇന്നേറ്റ്ലി ഗുഡാണ്. പിന്നീട് എന്തോ ചില കാരണത്താലാണ് അയാൾ അങ്ങനെ ആയിത്തീരുന്നത്. അപ്പോൾ ഇന്നേറ്റ്ലി എല്ലാ മനുഷ്യന്മാരും ഗുഡാണ് എന്നുള്ളതാണ്, നല്ല മനുഷ്യരാണ് എന്നുള്ളതാണ് ഈ ഒരു കാൾ റോജേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കാൾ റോജേഴ്സ് പറയുന്നത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഈ ഒരു ഇൻകോൺഗ്രുവൻസ് കാരണത്തല്ല, അത് തമ്മിലുള്ള ചേർച്ച ഇല്ലാതിരിക്കുമ്പോഴാണ്, ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ചേർച്ച കുറയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത് വാട്ട് യു ട്രൂലി ആർ. ഇവിടെ ഒരു ഡയഗ്രാം കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിയൽ സെൽഫ് എന്നല്ല വാട്ട് യു ട്രൂലി ആർ, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണോ അതാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് സെൽഫ് റിഗാർഡ്, പോസിറ്റീവ് റിഗാർഡ്, ഓർഗാനിസ്മിക് വാല്യൂയിങ് പ്രോസസ്, ആക്ച്വലൈസിങ് ടെൻഡൻസി, ഓർഗാനിസ്മിക് വാല്യൂ, ഫീൽഡ് ഓഫ് ടോട്ടൽ എക്സ്പീരിയൻസസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ റിയൽ സെൽഫ് ഉള്ളത്. അപ്പോൾ അത് തമ്മിൽ ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഓർ ഇൻട്രോജക്റ്റഡ് സെൽഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ കണ്ടീഷണൽ പോസിറ്റീവ് സെൽഫ് റിഗാർഡ്, കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, വാല്യൂയിങ് ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് ഓഫ് വേർഡ്സ്, സെൽഫ് കോൺസെപ്റ്റ്, അതുപോലെ കോൺഷ്യസ്നെസ്, ലേൺഡ് സെൽഫ് കോൺസെപ്ഷൻ ആൻഡ് സിംബലൈസേഷൻ ഓഫ് എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇൻകോൺഗ്രുവൻസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഇൻകോൺഗ്രുവൻസ് എന്തൊക്കെയാവാം? ഒരു ത്രെറ്റനിങ് സിറ്റുവേഷൻസ്, ആങ്ഷൈറ്റി, ഡിഫെൻസീവ്നെസ്, ഒരു ഡിനയൽ, ഒരു ഡിസ്റ്റോഷൻ, എൻക്രീസ്ഡ് ഇൻകോൺഗ്രുവൻസ്, ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉണ്ടായി ആങ്ഷൈറ്റി അല്ലെങ്കിൽ ഡിഫെൻസീവ്നെസ് ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പം ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ അങ്ങനെയൊക്കെ ഇൻകോൺഗ്രുവൻസ് ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഇൻകോൺഗ്രുവൻസ് ഉണ്ട്, ആ ചേർച്ചയില്ലായ്മയിലേക്ക് ഒരു ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ആങ്ഷൈറ്റി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിഫെൻസീവ്നെസ്, ഡിനയൽ, ഡിസ്റ്റോഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഇൻകോൺഗ്രുവൻസ് കൂടും. അങ്ങനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓപ്പൺ ടു എക്സ്പീരിയൻസ്, അതായത് ഇൻക്രീസ് എ പേഴ്സൺസ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. അയാളെ നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. അയാളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക്, അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് അയാളുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഇൻകോൺഗ്രുവൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവളുടെ ഒരു ഓപ്പൺനെസ് എക്സ്പീരിയൻസിൽ ഒരു ഫ്രീഡം കൊടുത്തിട്ട് അയാൾക്ക്
ഒരു അയാൾക്ക് നമ്മൾ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിലൂടെ നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് അയാൾ ഇത് പറയുന്നത് ഇന്നത് കൊണ്ട് അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റുകളൊന്നും ഉണ്ടാവരുത്. അൺകണ്ടീഷണലായിട്ട് അയാളെ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ കേട്ടിരിക്കുക, അയാൾക്കൊരു ഓപ്പൺനെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക, എന്നിട്ട് അതിലൂടെ അയാളുടെ ഒരു ഇൻകോൺഗ്രുവൻസിൻ്റെ ലെവലിനെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുമ്പോൾ അയാൾ അത്രയും ഡിസ്ട്രെസ്സിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഡിസ്ട്രെസ്സിൻ്റെ ഒരു എത്രത്തോളം ആ ഡിസ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതെന്ന് പറയുന്ന റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഗ്യാപ്പ് കാരണത്താലാവുമല്ലോ ഡിസ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഡിസ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മൾ കാണിക്കേണ്ട സ്ട്രാറ്റജികളാണ് ആക്റ്റീവ് ലിസണിങ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഫ്രീഡം ഫ്രം സൊസൈറ്റി അയാൾക്ക് വേണം. തൻ്റെ ഫ്രീ വിൽ അനുസരിച്ചിട്ട് അയാൾക്ക് പോകാൻ പറ്റണം. അപ്പോൾ അതിനുള്ളൊരു കറേജ് അയാൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ ക്രിയേറ്റിവിറ്റി, ഈ ക്രിയേറ്റിവിറ്റി എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ്. നമ്മൾ ഏത് ഏരിയയിലാണോ ക്രിയേറ്റീവ് ആയിരിക്കുന്നത് ആ ക്രിയേറ്റീവായ ഏരിയയിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് നമ്മൾ ക്രിയേറ്റീവ് അല്ലാത്തത്. ചില ആളുകൾ നമ്മൾ പറയും, അയാൾ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആളാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ ക്രിയേറ്റീവ് അല്ല, എനിക്കങ്ങനെ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് മേ ബി നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ക്രിയേറ്റിവിറ്റി ഇദ്ദേഹം പറയുന്നത് എല്ലാവരും ക്രിയേറ്റീവാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ക്രിയേറ്റീവാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അയാളുടെ ഒരു റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് തമ്മിലുള്ള ഇൻകോൺഗ്രുവൻസ് കുറച്ച് കൊണ്ടുവന്ന് അയാൾ ഒരു ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആകാൻ വേണ്ടി ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആസ് എ കൗൺസിലർ നമ്മുടെ റോൾ എന്ന് പറയുന്നത് ക്രിയേറ്റ്സ് എ സേഫ് ആൻഡ് നോൺ ജഡ്ജ്മെൻറ്റൽ എൻവയോൺമെൻറ്റ്. വളരെ സേഫായിട്ട് അയാൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ നോൺ ജഡ്ജ്മെൻറ്റലായിരിക്കണം. അയാൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്യാൻ പോകരുത്. ഇത് ഇന്നത് കൊണ്ടാണ് എന്നുള്ള ജഡ്ജ്മെൻറ്റിലേക്ക് പോകരുത്. അയാളൊരു മോശപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഇയാൾ ഇന്നൊരാളാണെന്നുള്ള രീതിയിൽ ജഡ്ജ്മെൻറ്റിലേക്ക് പോകരുത്. നോൺ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നോൺ ഡയറക്റ്റീവ് allows clients to find their own solutions. നമ്മൾ ഒരിക്കലും അവരുടെ ഡിസ്ട്രെസ്സിൽ അവരുടെ പ്രോബ്ലത്തിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഇന്ന ടെൻഷൻ ഉണ്ട്, അത് ഇന്ന കാരണത്താലാണ്, അത് നിങ്ങൾ ഈ രീതിയിൽ ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു അഡ്വൈസ് കൊടുക്കുകയോ അവരെ ഡയറക്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. അവരുടെ പ്രശ്നങ്ങളെ നമ്മളെടുത്ത് വളരെ ഫ്രീ ആയിട്ട് പറയുന്നു, നമ്മൾ ആക്റ്റീവായിട്ടത് കേട്ടിരിക്കുന്നു, അവർക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്ത് അവർക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർ സത്യം പറഞ്ഞാൽ സ്റ്റെക്കായിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെയൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് ആ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറേ ഓൾട്ടർനേറ്റീവ്സ് പറയണം. ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്നതിലൂടെ അപ്പോൾ ആയിരിക്കും അയാൾക്ക് കത്തുന്നത്. ശരിയാണല്ലോ. കാരണം അയാൾ പ്രോബ്ലത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അയാളൊന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അയാൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവരെ തന്നെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അലോ ചെയ്യണം. അതാണ് ഇവിടെ ഒരു കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത്. ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയിലെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇതിൽ മെയിൻലി ആസ് എ കൗൺസിലർ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കുറേ കണ്ടീഷൻസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എമ്പതി ആൻഡ് കോൺഫിഡൻസ് ഓർ ജെന്യൂനിയസ്. അതായത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉപാധികളും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ടായിരിക്കണം അവരെ കേൾക്കേണ്ടത്. നമ്മൾ കണ്ടീഷൻസ് വെക്കരുത്. ഇത് ഇന്നതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും വെക്കരുത്. ഒരു കണ്ടീഷൻസും അറ്റാച്ച് ചെയ്യാതെ അയാളെ നമ്മൾ അങ്ങനെ തന്നെ കേൾക്കുക എന്നുള്ളതാണ്. അയാളുടെ എക്സ്പീരിയൻസസിനെ അങ്ങനെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അയാൾ പറയുന്ന എക്സ്പീരിയൻസിനെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞതിനർത്ഥം അത് നമ്മൾ അപ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല. അയാൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ടാകും. അപ്പോൾ നമ്മൾ ആ തെറ്റിനെ നമ്മൾ അങ്ങനെ തന്നെ വാല്യൂ ചെയ്യുക എന്നുള്ളതല്ല, അതിനെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ
ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ്, അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ ടു ആക്ട് ദാറ്റ് എന്നല്ല, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളത്. ഒരിക്കലും നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മളത് തെറ്റിദ്ധരിക്കരുത്. അയാൾ പറയുന്നത് എല്ലാം ശരി ശരി ആയിക്കോട്ടെ കേട്ടോ എന്ന് പറയുന്ന രീതിയിൽ അതിനൊക്കെ ശരി വെക്കുന്നതല്ല, മറിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അയാൾ പറയുന്നത് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ലൈക്ക് ദാറ്റ്. അയാൾക്കത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഓക്കെ ആണെന്നുള്ള രീതിയിലാണ്. അപ്പം അത് നമ്മളിവിടെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ടായിരിക്കണം നമ്മൾ അയാൾ കേൾക്കേണ്ടത്. അതുപോലെ എമ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരാളുടെ പെയിനിനെ അതുപോലെ മനസ്സിലാക്കാനൊന്നും കഴിയൂല. അതെത്രമാത്രം ഡീപ്പൺ ചെയ്തെടുക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആളുകൾ ചില വിഷമങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ അത്രമാത്രമൊക്കെ വിഷമിക്കാനുള്ളതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരുടെ ആ ഒരു പെയിൻ എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ എമ്പതറ്റിക് ആവുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു ഉദാഹരണമാണ് മറ്റൊരാളുടെ ഷൂ ഇട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ. ഷൂ ഇടണമെന്ന്, അത് ഷൂ ഇട്ടാൽ മാത്രം പോലെ ഷൂ ഇട്ട് നമ്മൾ നടക്കാൻ കൂടി ട്രൈ ചെയ്യണം അല്ലേ? അപ്പോൾ അതത്ര ഈസിയായൊരു കാര്യമൊന്നും അല്ല. കാരണം മറ്റൊരാളുടെ ഷൂ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ ടൈറ്റ് ആയിരിക്കും, ലൂസായിരിക്കും, നമുക്ക് ഫിറ്റ് ആവൂല. അപ്പം അങ്ങനെയുള്ള ഒരു ഷൂട്ട് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തുമാത്രം അതത്ര ഫുള്ളി നമുക്ക് അങ്ങനെ കറക്റ്റ് ആവില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് ഒരാളുടെ പെയിനിനെ അതേ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. പക്ഷേ ആ ഒരു ക്ലയൻറ്റിൻ്റെ ഫീലിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതത്രമാത്രം ഡീപ്പൻ ചെയ്തിരിക്കുന്നത് തന്നെയാണെന്ന് പറയാം. നമ്മളൊരിക്കലും അവിടെ സാരമില്ല കേട്ടോ എന്നുള്ള വേർഡ്സൊന്നും നമ്മളവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ശരിക്കും സാരമില്ല എന്നുള്ള രീതിയിലല്ല നമ്മളത് ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ഒന്നുകൂടി നമ്മളൊന്നുകൂടി അതിനെ പറയാം. അത് ഒരാൾ പറയണം എനിക്ക് നല്ല ശക്തമായ വേദനയുണ്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഇട്ടേച്ച് പോയപ്പോൾ എനിക്ക് അത്രമാത്രം പെയിനായിരുന്നു എന്നാണ് ഒരാൾ നമ്മൾ പറയുമ്പം അവിടെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഡയലോഗ് എന്നാ, യെസ് നിങ്ങൾ ആ ഫ്രണ്ട് അങ്ങനെ ഒഴിവാക്കി പോയപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം വേദനിച്ചു അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ യെസ്, അപ്പോൾ നമുക്കത് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് തിരിച്ചങ്ങോട്ട് തന്നെ പറയുമ്പോൾ നമുക്ക് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എമ്പതറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതുപോലെ കോൺഗ്രുവൻസ് ഓർ ജെന്യൂനെസ്, അതായത് വളരെ ജെന്യൂനായിട്ടായിരിക്കണം ഒരാളെ കേൾക്കേണ്ടത്. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളും മനുഷ്യന്മാരാണ്. നമ്മുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലൊക്കെ ഇതുപോലെയുള്ള ഇൻകോൺഗ്രുവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ റിയൽ സെൽഫിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മളെ ജെന്യൂനെസ് അല്ലെങ്കിൽ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളെ ഒരു റിയൽ സെൽഫിൽ നിന്നുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനും മറ്റൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ജെന്യൂൻ ആയിരിക്കണം. അപ്പോൾ അതുപോലെ ഫോക്കസ് ഓൺ ബിൽഡിങ് എ ട്രസ്റ്റിംഗ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാക്കിയെടുത്തെടുത്ത് മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എമ്പതി, ഇൻകോൺഗ്രുവൻസ് ഒക്കെ യൂസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഇഷ്യൂസിനെ മനസ്സിലാക്കാനും അവിടെ എന്തൊക്കെ ഇൻകോൺഗ്രുവൻസ് ആണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇൻകോൺഗ്രുവൻസ് കുറച്ച് കൊണ്ടുവന്ന് അവരെ പീസ്ഫുൾ ആൻഡ് മോർ ഹാപ്പി, അവരെ സെൽഫ് ആക്ച്വലൈസേഷൻ ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബിൽഡ്സ് സ്ട്രോങ് റാപ്പോ, നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റാപ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ സപ്പോർട്ട് സെൽഫ് ഗ്രോത്ത്, നമ്മൾ അയാളുടെ സെൽഫ് ഗ്രോത്തിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമല്ല, തുടർന്ന് അയാളുടെ മറ്റെന്ത് ഇഷ്യൂസിനെയും, അതെല്ലാ തെറാപ്പിയിലും അങ്ങനെ തന്നെയാണ്, അയാൾക്ക് അതുപോലെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അസിസ്റ്റൻസ് കൊടുത്തത് കാരണം ഈ ഗൈഡിങ് വഴി അയാൾക്ക് അയാളുടെ മറ്റ് പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മെ നോട്ട് ഹെൽപ്പ് വിത്ത് സിവിയർ ഡിസോർഡേഴ്സ് ഓർ ക്ലയൻറ്റ്സ് നീഡിങ് സ്ട്രക്ചർ. വെരി സിവിയർ ഡിസോർഡേഴ്സിൽ നിന്നും ഇത് അത്രമാത്രം ഹെൽപ്ഫുൾ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി അത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതിൽ കോർ കോൺസെപ്റ്റുകളുണ്ട്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആയിരിക്കണം, എല്ലാ മനുഷ്യന്മാരും ഇന്നേറ്റ്ലി ഗുഡാണ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ശരിക്ക് നമ്മുടെ എല്ലാ തെറാപ്പിയിലും വേണ്ടത്. നമ്മളുടെ മുമ്പിൽ ഒരു ക്ലയൻറ്റ് വന്നിരിക്കുമ്പോൾ അയാളുമായിട്ടുള്ള ഡീലിങ്ങിൽ നമ്മൾ
യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്തോ ആവട്ടെ, അത് CBT ആവട്ടെ, എന്ത് മെത്തേഡ് ആവട്ടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ ആ മനുഷ്യനെ നമ്മൾ കേൾക്കുക. ആ കേൾക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിലായിരിക്കണം. ശരിക്കും നമ്മൾ ഈ ഒരു ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ വളരെ ആക്റ്റീവായിട്ട്, അൺകണ്ടീഷണലായിട്ട്, നോൺ ജഡ്ജ്മെൻ്റലായിട്ട്, എംപതറ്റിക്കായിട്ട് ഒരാളെ കേട്ടാൽ തന്നെ അയാളുടെ പ്രശ്നങ്ങളുടെ പകുതി കുറയും. അപ്പോൾ നമ്മൾ ആസ് എ കൗൺസിലർ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് വെക്കാവുന്ന കാര്യങ്ങളാണ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിലെ എല്ലാ സ്ട്രാറ്റജികളും. അപ്പോൾ ഇൻ സമ്മറി നമ്മൾ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിലും പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയിലൊക്കെ പറയുകയാണെങ്കിൽ ബോത്ത് അപ്രോച്ചസ് എംഫസൈസസ് പേഴ്സണൽ മീനിങ് ആൻഡ് പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെയാണ് ഇവിടെ രണ്ടിടത്തും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ വാല്യൂസ്, ഫ്രീഡം ആൻഡ് ഒതൻറ്റിസിറ്റിയാണ്. പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയിൽ എമ്പതി, സപ്പോർട്ട് ആൻഡ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെയുള്ള ചില ടേംസിൽ ഡിഫറൻസ് ആണ്, പക്ഷേ കോർ കോൺസെപ്റ്റും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലെ കീ ടേംസ് നമ്മൾ പറഞ്ഞു. ഒതൻറ്റിസിറ്റി, അതായത് ഒതൻറ്റിക് പേഴ്സൺ ആവാം. ഞാൻ എന്താണ്, അപ്പോൾ നമ്മൾ ഈ ഒരു പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയിൽ പറഞ്ഞ ഒരു റിയൽ സെൽഫ് ഉണ്ടല്ലോ, ഒരു ഐഡിയൽ സെൽഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ ഒരു ഒതൻറ്റിസിറ്റിയാണ്, അല്ലെങ്കിൽ ഒതൻറ്റിക് സെൽഫ്. ഞാൻ എന്താണോ എൻ്റെ ഫ്രീഡത്തിലൂടെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ ആങ്ഷൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഒരു മീനിങ്ങിനെയൊക്കെ കണ്ടെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് ഉണ്ടാവുന്ന പലതരത്തിലുള്ള ആങ്ഷൈറ്റി, അല്ലെങ്കിൽ നമ്മളൊരു ഒതൻറ്റിക് പേഴ്സൺ ആവാൻ വേണ്ടിയുള്ള നമ്മുടെ എഫേർട്സ് ഉണ്ടാകും. ആ എഫേർട്സിൽ ഉണ്ടാകുന്ന നമ്മുടെ ആങ്ഷൈറ്റിയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ആങ്ഷൈറ്റി എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഇൻകോൺഗ്രുവൻസ് കുറച്ച് അയാൾ നല്ലൊരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. പിന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ടീഷൻസും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ടായിരിക്കണം അയാളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി നമ്മളൊരു ഓവർവ്യൂ ആയിട്ട് പറയാം. കൗൺസിലിങ്ങിൽ സെക്കൻഡ് അപ്രോച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ തെറാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സിസ്റ്റൻഷ്യൽ ഓർ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നേറ്റ്ലി ഗുഡാണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആളുണ്ട്. അതിൽ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ ഒതൻറ്റിക് സെൽഫ് എന്ന് പറയും, മറ്റേലൊരു ഐഡിയൽ സെൽഫ് എന്നൊക്കെ പറയും. റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതായിത്തീരാൻ നമുക്ക് സാധിക്കുക, നമുക്ക് ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെ നമുക്ക് ആവാൻ വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ സൊസൈറ്റി എന്തെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും ഹിൻഡ്രൻസ് വന്നു കഴിഞ്ഞാൽ ആ ഹിൻഡ്രൻസ് കാരണത്താൽ അയാൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താതിരിക്കുമ്പോൾ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആ പ്രശ്നങ്ങളെ ഈ ഒരു അപ്രോച്ചിലൂടെ പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിലൂടെ, അതുപോലെ എമ്പതിയിലൂടെ, ആക്റ്റീവായിട്ട് നമ്മൾ അയാൾ കേൾക്കുന്നതിലൂടെ ഒക്കെയാണ്. അപ്പോൾ അയാളെ നമ്മൾ പേഴ്സണൽ ഗ്രോത്തിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരാളെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ ലൈഫിൻ്റെ മീനിങ് കണ്ടെത്തുക എന്നുള്ളതാണ്. അയാൾ മീനിങ് ഫുള്ളായിട്ട്, പേർപ്പസ്ഫുള്ളായിട്ട് ജീവിക്കുമ്പോൾ അയാൾ ഹാപ്പി ആയിരിക്കും. അതിനു വേണ്ടി ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ തെറാപ്പികളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്.